ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം സീബ്ര എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഗ്ലോറിയോസം സീബ്ര എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ഒരു ലവ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഇത് നല്ല റൗണ്ടിലായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതുപോലെ നല്ല സ്ട്രൈപ്സ് കാണും. ഇതൊരു വെൽവെറ്റിൻ്റെ കൂട്ട് ഒരു തിളക്കം ഇതിനകത്ത് കാണും. വെൽവെറ്റി ഫീലാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. അതും നല്ല തിളക്കമുള്ള ഒരു സ്ട്രൈപ്സ് ഒക്കെയാണ് ഇതിന് വരുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഗ്ലോറിയോസം സീബ്ര ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ നമുക്ക് ക്ലൈംബിംഗ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സുകളുണ്ട്. പക്ഷേ ഇത് ക്ലൈംബിംഗ് ആയിട്ട് വളർത്താൻ പറ്റത്തില്ല. സ്റ്റിക്കുകൾ കൊടുത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് അല്ല ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഓരോ സൈസിനനുസരിച്ചും ഇതിൻ്റെ പോട്ടുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഈ പോട്ട് എടുത്തിട്ട് ഇതാണ് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം സീബ്രയുടെ പ്ലാന്റ്. ഞാനിപ്പോൾ താഴെ എടുത്ത് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ക്ലൈംബിംഗ് അല്ല, ക്രീപ്പറാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് ഇവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ വരുന്നത് ഇങ്ങോട്ട് ചുറ്റിയായിരിക്കും വരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പോട്ടെന്ന് വെച്ചാൽ ആ പോട്ടിൻ്റെ രീതിയിലായിരിക്കും സ്പേസുകളിടത്തോട്ട് അത് വളർന്നു വരുന്നത്. ഇപ്പോൾ ഈ റൗണ്ടിൽ ഇരിക്കുന്നതായതുകൊണ്ട് അത് ഇവിടുന്ന് താണ്ട് ഇവിടെ വരെ ഇപ്പം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുറ്റിന് വളർന്നു വരും. അതിനുശേഷം ഇതിന് സ്പേസ് കുറയുമ്പോൾ ഇത് പുറത്തോട്ട് വളർന്നു വരും. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഇച്ചിരി നീളമുള്ള പോട്ടുകൾ കിട്ടുവാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഇങ്ങോട്ട് വളർന്നു വരും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു വലിയ പോട്ടിലായിട്ടാണ് നട്ടു വെച്ചിരിക്കുന്നത്. റൗണ്ട് പോട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പുറത്തോട്ട് വരുന്നത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാന്റ് കാണിക്കാം. ഇത് ഗ്ലോറിയോസം സീബ്രയുടെ തന്നെ അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് നിന്ന് കുറേ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ വേറെ പ്ലാന്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ അധികം സ്പേസ് ഇല്ല. ഇതൊരു കൊച്ചു പോട്ട് ആയതുകൊണ്ട് തന്നെ അധികം സ്പേസ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെമ്മ് വളർന്നു വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തോട്ടാണ്. കണ്ടോ, ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഈ പുറത്തോട്ട് വരുന്ന ഈ ഭാഗം നമുക്കിപ്പോൾ ഈ ഒരു പോട്ട് കാണിച്ചു. ഈ പോട്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മളെടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി മണ്ണോട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അവിടെ നല്ല രീതിയിൽ പിടിച്ചു വരും. പിന്നെ നമ്മളത് കട്ടിങ്സ് എടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേരിറങ്ങി നമുക്ക് പുതിയ പ്ലാന്റ് ആക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഒരു പോട്ടെടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതും അതുപോലെ നമ്മൾ ജിഫി ബാഗുകളിൽ വന്നിട്ടുള്ള നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. പക്ഷേ ഈ പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ ഒരു പ്ലാന്റിന് കുറച്ചുകൂടെ കളർ കൂടുതലായിരിക്കും. ഇത് പ്യുവറാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്യുവറായിട്ടുള്ള പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ജിഫി ബാഗുകളിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തുന്ന പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇതിന് ഇച്ചിരി കൂടെ കളർ കൂടുതലാണ്. എല്ലാ പ്ലാന്റ്സുകളുടെയും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ട്. നമ്മൾ മിക്ക പ്ലാന്റ്സുകളും കാണുമ്പോൾ അതിൻ്റെ കളർ തന്നെ വ്യത്യാസം കാണും. ചിലയിടത്ത് കാണുമ്പോൾ ചിലപ്പോൾ നല്ല രസമായിരിക്കും ആ പ്ലാന്റ് കാണാനായിട്ട്. എന്നാൽ ആ പ്ലാന്റ് തന്നെ നമ്മൾ മേടിച്ചുകൊണ്ടൊന്ന് വേറൊരിടത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടണമെന്നില്ല. അതുപോലെയാണ് ഈ പ്ലാന്റും അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്. പക്ഷേ ഇതിന് അപേക്ഷിച്ച് ഈ ഒരു പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് കളർ കുറവായിരിക്കും. ഇത് അത്യാവശ്യം നല്ല പ്ലാന്റാണ്, നല്ല പ്യുവർ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വലിയ വലുപ്പത്തിൽ വന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ ലീഫ്. നമ്മൾ ഈ ഒരു പ്ലാന്റും ഇതുപോലെ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുത്താൽ ഇതുപോലെ നല്ല സൈസിൽ വളർന്നു വരും. നമ്മൾ വലിയ പോട്ടിലോട്ട് ആക്കാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈസേ ഉള്ളൂ. ഓൺലൈനായിട്ട് സെയിലിനായിട്ട് വെക്കണമെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കൂടുതലും പോകുന്നത്. ഈ ഒരു സൈസിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പ്ലാന്റ് അയച്ചു വിടാനൊക്കെ പാടായിരിക്കും. വന്നെടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളാണെങ്കിൽ നല്ല പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല വലുപ്പമാണ്. നമുക്ക് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ രീതിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. നമുക്ക് ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ ഈ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് SP കൊളംബിയ, ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ ഈ കാണുന്ന ഹോമലോമനയുടെ ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ ലുക്ക് കൊണ്ടുവരാൻ നല്ല പ്ലാന്റ് ആണ് കേട്ടോ.
പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ പോട്ട് മിക്സ് പറയുവാണെങ്കിൽ ഫിലോഡോൺഡ്രോൺ വെറൈറ്റിയിൽ നമ്മൾ ഏത് പോട്ട് മിക്സ് ആണ് കൊടുക്കുന്നത് ആ പോട്ട് മിക്സ് നമുക്ക് ഈ പ്ലാന്റിനും കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിനകത്തിന്റെ പോട്ട് മിക്സിൽ ഉമി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെർമി കമ്പോസ്റ്റ്, പിന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇതൊക്കെ നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സ് ആണ് നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ടത്. ഇപ്പം ഇതിലൊക്കെ ഞാനാണെങ്കിൽ ഉമി ചേർത്തിട്ടുണ്ട്. ഉമി, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പെർലൈറ്റ് ഒക്കെ ചേർക്കാം. പെർലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പ്ലാന്റ് ആയാലും നശിച്ചു പോകും കേട്ടോ. അതുകൊണ്ട് ഗ്ലോണിമ പ്ലാന്റ്സിനായിക്കോട്ടെ ഫിലോഡോൺഡ്രോൺ പ്ലാന്റ്സിനായിക്കോട്ടെ എല്ലാത്തിനും ഉമി നമ്മൾ കൊടുക്കുക. നമ്മുടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉമി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഉമിയിൽ നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും ഈ പ്ലാന്റ്സുകളെല്ലാം. നമുക്ക് ഈ ഒരു പ്ലാന്റ്സിലൊക്കെ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം. ഫിലോഡോൺഡ്രോൺ വെറൈറ്റിയിൽ വെരിഗേഷൻ ഇല്ലാത്ത ഏതൊരു പ്ലാന്റിനും നമുക്ക് ചാണകപ്പൊടിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ ബാസാക്കോട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റിനും ബാസാക്കോട്ട നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു വരും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു 6 മാസം മുന്നേ നമ്മൾ ബാസാക്കോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ പ്ലാന്റിനും ബാസാക്കോട്ട കൊടുക്കാൻ സമയമായി, നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.